Hey my beautiful souls, good morning. ഇന്ന് ഫുൾ മൂൺ ഡേ ആണ്, ഗുരു പൂർണിമ. ഇന്നത്തെ ഫുൾ മൂൺ ഡേക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ഇന്ന് മൂൺ എർത്തുമായിട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് എനർജറ്റിക്കലി ഉള്ള ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. സോ ഈ ഒരു ദിവസം മുഴുവൻ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുക ആൻഡ് കൂടുതൽ റിസീവബിൾ ആയിരിക്കുക. ഓക്കെ, സോ നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്നുള്ളത് നിങ്ങൾ സെറ്റ് ചെയ്യുക ആൻഡ് അത് ട്രസ്റ്റ് ചെയ്യുക. ആൻഡ് എസ്പെഷ്യലി മൂൺ ലൈറ്റിന്റെ കൂടെ ഇരുന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി വെക്കുന്നതും മാനിഫെസ്റ്റ് ചെയ്യുന്നതും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് ഫുൾ മൂൺ മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുൻപ് എത്രയോ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കാം. സോ ഇത് നിങ്ങൾക്കുള്ള സ്പെഷ്യൽ റീഡിംഗ് ആണ്. ഇത് മൂൺ കാർഡാണ്. സോ ഈ ഫുൾ മൂൺ ഡേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ മൂൺ മെസ്സേജ് ആണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളതാണ് നമ്മൾ കളക്റ്റീവായിട്ട് നോക്കുന്നത്. ഓൾറൈറ്റ്, സോ ഈ ഒരു ദിവസം വളരെ പ്ലസന്റ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ബിക്കോസ് എനർജറ്റിക്കലി വളരെ നല്ല ഒരു ടൈമാണ്. ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. ഓൾറൈറ്റ്, അബൻഡൻസ്. ഓ മൈ ഗോഡ്. സോ നിങ്ങൾ ഒരുപാട് ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അബൻഡൻസ്, പ്രോസ്പെരിറ്റി, ഒരുപാട് സമൃദ്ധി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം എല്ലാ രീതിയിലും. ഓൾറൈറ്റ്, സോ നിങ്ങൾ കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഈ വരുന്നൊരു 1 month ടൈം അല്ലെങ്കിൽ ഈ മാസം മുതൽ ഓഗസ്റ്റ് മാസം കംപ്ലീറ്റ് വരെ നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ബ്ലെസ്സിങ് നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു മാറ്റത്തിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കാണുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഒരുപാട് അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഹെൽപ്പ് ഒരുപാട് ആളുകൾക്ക് സെർവ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ഒരു പാഷൻ, നിങ്ങളുടെ പേർപ്പസ് എന്ന് പറയുന്നത് ഒരു സർവീസ് ആണ്. നിങ്ങൾ ആളുകളിലേക്ക് കണക്ട് ചെയ്യണം. അത് എങ്ങനെയുമായിരിക്കാം, നിങ്ങളുടെ ഒരു സ്കില്ല്, നിങ്ങളുടെ എന്തെങ്കിലും ടാലന്റ് ഉണ്ടായിരിക്കണം, ഓർ നിങ്ങളുടെ ജോബിന്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കണം. കാരണം ഒരുപാട് ആളുകൾക്ക്, എസ്പെഷ്യലി ആനിമൽസ്, ഹ്യൂമൻ, എല്ലാവർക്കും നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണ്ട ഒരു സിറ്റുവേഷൻസ് ഓർ നിങ്ങൾ കാരണം സഹായിക്കപ്പെടുന്ന ഒരു അവസ്ഥ മുന്നോട്ട് വരുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് സമൃദ്ധി ഉണ്ടാക്കുന്നുണ്ട്. സോ വരുന്ന മുന്നോട്ടുള്ള സമയം നിങ്ങൾ മനുഷ്യരെക്കാൾ കൂടുതൽ ആനിമൽസിലേക്ക് ആയിരിക്കാൻ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ് ഓർ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ്, സപ്പോർട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ സ്പിരിറ്റ് ആനിമൽസ് ആയിരിക്കാം. നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. മുന്നോട്ട് വരുന്ന സമയത്ത് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതുപോലത്തെ ജീവജാലങ്ങളോട് തോന്നാനുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ചില യൂണിക്നെസ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് റെയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങളെ പറ്റിയിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളുടെ മേലെ തന്നെ ഒരുപാട് കോൺഫിഡൻസ് തോന്നുന്നതും നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളും, കാരണം നിങ്ങൾ ചില പ്ലേസിൽ നിങ്ങൾ മാത്രമാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികൾ മാത്രം ഹൈലൈറ്റ് ആവുന്നുണ്ട്. സോ അവിടെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ മേലെ നിൽക്കുന്നത് നിങ്ങൾ, ആ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ അത് നിങ്ങളുടെ പ്രവൃത്തി എന്നായിരിക്കാം, നിങ്ങളുടെ ഒരു ഓറ അങ്ങനെ ആയിരിക്കാം. ഈവൻ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. സോ ചില ആളുകൾ നിങ്ങൾ ഇതുപോലെ ആനിമൽസിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, കാരണം ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുടെ ഒരു സർവീസ് ഇതുപോലത്തെ ജീവജാലങ്ങൾക്ക് വേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓർ മേ ബി ഇൻ ഫ്യൂച്ചർ നിങ്ങൾ അറിയപ്പെടുന്നത് അങ്ങനെ എന്തെങ്കിലും രീതിയിലായിരിക്കാം. സോ നിങ്ങൾ ഈ ഒരു സമയം എന്തൊക്കെ കാര്യങ്ങളിലേക്കാണോ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത്, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ ആക്ഷൻ ഇതുപോലത്തെ ഒരു സമൃദ്ധി, ഇതുപോലത്തെ ഒരു അബൻഡൻസിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ഫെയിമിലേക്ക് നിങ്ങൾ ലീഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് കണക്ട് ചെയ്യാം. ഓൾറൈറ്റ്, ഇത് നിങ്ങൾക്ക് മൂൺ കൺഫേം ചെയ്യുന്ന ഒരു കാര്യമാണ്. അബൻഡൻസ്, സമൃദ്ധി ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഓർ ഈ ഒരു വരുന്ന മാസം ഓഗസ്റ്റ് മന്ത് എൻഡ് വരെ നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ചില ആളുകൾ നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. വിൽ, എക്സാക്ട്ലി, വളരെ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾ ഒരുപാട് യൂണീക്ക് ആക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ചില കാര്യങ്ങൾ ഗിവ് അപ്പ് ചെയ്യുന്നില്ല. എസ്പെഷ്യലി നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ മേലെ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുന്നില്ല. നിങ്ങൾ പല രീതിയിലുള്ള പല കാര്യങ്ങൾ നിങ്ങൾ ശ്രമിച്ചു നോക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു സൈക്കിക് സ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ടാരോട്ട് റീഡിംഗ് ഒക്കെ വായിക്കാൻ താല്പര്യമുള്ള ആളുകളായിരിക്കാം, ഓർ എന്തെങ്കിലും സൈക്കിക് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കണക്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളായിരിക്കാം, ഓർ നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ സ്കില്ല് നിങ്ങൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കാം. സോ നിങ്ങൾ പല കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, പരീക്ഷിച്ച് നോക്കുന്ന ഒരു സമയമാണ്. ആൻഡ് അത് നിങ്ങളുടെ ഒരു വിൽ പവർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ പല രീതിയിലുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഡിറ്റർമിനേഷനോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ,
സോ ഈ ഒരു വരുന്ന ഒരു മാസം ടൈം നിങ്ങൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാജീഷ്യൻ പോലെയാണ്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുത്തിയിട്ടുള്ളത്, ഓർ എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ചില ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത് എന്നുള്ളത് ഈവൻ നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും, ഈവൻ നിങ്ങൾക്ക് പോലും ചില സമയത്ത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം നിങ്ങൾ പല രീതിയിലുള്ള കാര്യങ്ങൾ ശ്രമിച്ചു നോക്കുന്നുണ്ട്. അത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ ഒരു ഹ്യൂജ് അട്രാക്ഷൻ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് പവർ ഉണ്ട്. സോ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന, അത് നിങ്ങൾക്ക് നല്ലതല്ലാത്ത എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. അത് എസ്പെഷ്യലി നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു മെന്റാലിറ്റിയാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു മൈൻഡിന്റെ സ്ട്രെങ്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ഫേസ് ചില ആളുകൾക്ക് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ചില പ്ലേസിൽ നിങ്ങൾ കാണിക്കുന്നില്ല. സോ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് ഡിറ്റാച്ച്ഡ് ആവാൻ സാധിക്കുന്നതായിരിക്കാം. ഹെൽത്ത് വൈസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രതിരോധ ശേഷി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂട്ട് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ കുറച്ചുകൂടി ഒരു അടിയുറപ്പ്, അതായത് നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ, നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങൾക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ ചെയ്യാത്ത ചില കാര്യങ്ങളായിരിക്കാം അത്. ഓൾറൈറ്റ്, ഓർ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എന്ത് മാറ്റമാണോ ഉദ്ദേശിക്കുന്നത്, അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വർക്ക് ചെയ്യാനുള്ള ഒരു മെന്റൽ പവർ, ഫിസിക്കൽ പവർ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു ടൈമാണ്. എസ്പെഷ്യലി ഇന്ന് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, നേച്ചറായിട്ട് നിങ്ങൾ കൂടുതൽ കണക്ട് ആവുന്നുണ്ട്, ആനിമൽ ആയിട്ട് നിങ്ങൾ കൂടുതൽ കണക്ട് ആവുന്നുണ്ട്. ആൻഡ് ചില കാര്യങ്ങള് നിങ്ങളുടെ ഒരു സമൃദ്ധി, എക്സാക്ട്ലി നിങ്ങളുടെ ഒരു സമൃദ്ധി സ്റ്റാർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇറ്റ്സ് അഗൈൻ എ കൺഫർമേഷൻ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ ആ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒരു ടൈമിൽ നട്ടിട്ടുള്ള ചില കാര്യത്തിന്റെ വിളവെടുപ്പ് നടത്തുന്നത് പോലെ. സോ ഫ്രൂട്ട്സ് എപ്പോഴാണ് നമുക്ക് മരത്തുനിന്ന് കിട്ടുക, അതിന്റെ ഒരു യഥാർത്ഥ വളർച്ച എത്തുന്ന സമയത്താണ്, അല്ലെ? അതുപോലെ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ ഈ വരുന്ന ഫുൾ മൂൺ ടൈമിൽ, എസ്പെഷ്യലി ഈ വരുന്ന 1 month ടൈം, ഫുൾ മൂൺ ടൈം നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ഒരു വിളവെടുപ്പ് പോലെയാണ്. സോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങളുടെ പല ആഗ്രഹങ്ങൾ, നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള പല ഡിസയർ നിങ്ങൾക്ക് ഈ വരുന്ന ഫുൾ മൂൺ ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കാണാനും അത് ടച്ച് ചെയ്യാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, what major blessings are coming for you? ബാലൻസ്. എക്സാക്ട്ലി നിങ്ങൾക്ക് ഒരുപാട് ബാലൻസ്ഡ് ആയിട്ട് തോന്നുന്നത് എന്ത് കാര്യം സംഭവിക്കുന്ന സമയത്തും, ഇറ്റ് ഡസന്റ് മീൻസ് ലൈക്ക് നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഈ വരുന്ന ഫുൾ മൂൺ ഡേക്ക് സംഭവിക്കില്ല എന്നുള്ളതല്ല. പക്ഷേ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് പവർ ഉണ്ട്. എന്ത് കാര്യങ്ങളും നിങ്ങൾ നേർക്ക് വരുന്ന കാര്യമാണ്, അത് നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് അത് പ്രതിരോധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു റെസിസ്റ്റൻസ് പവർ ഉണ്ട്. ആൻഡ് ചില കാര്യങ്ങൾ നിങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ സീക്രറ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട് ലൈക്ക് എ മജീഷ്യൻ. ഓക്കെ, സോ നിങ്ങൾ എന്താണോ പുറത്തേക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ ഒരു ഫൈനൽ ഔട്ട്കം, അത് മാത്രമേ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ അല്ലെങ്കിൽ പുറമെ കാണാൻ സാധിക്കുള്ളൂ. സോ നിങ്ങൾ എന്ത് മാജിക് ആണ് നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ചെയ്യുന്നത് ആർക്കും അറിയില്ല. ഈവൻ ലൈക്ക് നിങ്ങൾക്ക് പോലും അത് അറിയില്ല എങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, കാരണം പല കാര്യങ്ങളും വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ്, ഓർ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ആക്ഷൻ ആയിരിക്കാം, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. സോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ആയിട്ട് നിങ്ങൾ ശ്രമിച്ചു നോക്കുക. നിങ്ങളുടെ ശ്രമം ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. ഓൾറൈറ്റ്, നിങ്ങൾക്ക് ഒരുപാട് സെൽഫ് ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഇൻഡിപെൻഡൻസി ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് മെച്ചുവേർഡ് ആയിട്ടുള്ള ഫീലിംഗ്സ് ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഈവൻ നിങ്ങൾ നിങ്ങളുടെ 20s-ലാണെന്നുണ്ടെങ്കിലും 30s-ലാണെന്നുണ്ടെങ്കിലും ഓർ അതിനേക്കാളും ചെറിയ ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ചില എക്സ്പീരിയൻസ്, അത് മേ ബി ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പഠിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം, അത് നിങ്ങളെ വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആക്കി മാറ്റുന്നുണ്ട്. വളരെ കാം ആയിട്ട്, വളരെ പീസ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ വളരെ ക്ലെവർ ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് ചില ആളുകൾക്ക് നിങ്ങളുടെ ആ ഒരു മെച്യൂരിറ്റി നിങ്ങൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു റെയർ ആയിട്ടുള്ള ഒരു നേച്ചർ നിങ്ങൾ കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാത്ത ആളുകളുമായിട്ട്, അല്ലെങ്കിൽ ആനിമൽസ്, കാരണം അവർക്ക് നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെ? പക്ഷെ എന്നാലും ഇങ്ങനെ സംസാരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, അവരുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കാനും ചില കാര്യങ്ങൾ പറയാതെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പവർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നേച്ചറായിട്ട് നിങ്ങൾ
ഒരുപാട് കണക്ട് ചെയ്യുന്നുണ്ട്. ഈവൻ നിങ്ങൾക്ക് പ്ലാന്റ്സ് ആയിട്ട്, ചെടികളായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സംസാരിച്ചിട്ട് ഗ്രോത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഫുൾ മൂൺ ഡേയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്തു നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം അതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലാന്റിന്റെ അടുത്ത് നിങ്ങൾക്ക് തോന്നാണ് അതിനൊരു എക്സ്ട്രാ കെയർ വേണം, അല്ലെങ്കിൽ അതിനി വളരെയോ ഇല്ലയോ എന്ന് തോന്നിയിട്ടുള്ള ചില പ്ലാന്റ്സ് ഉണ്ടാവും നിങ്ങളുടെ വീട്ടിൽ, അല്ലെ, അല്ലെങ്കിൽ ഒട്ടും കെയർ ഇല്ലാത്ത. സോ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലാന്റിനെ നിങ്ങൾ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ആനിമലിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അത് റിയാക്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഈ ഒരു ടൈമിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു യൂണിക് ആയിട്ടുള്ള സ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സൈക്കിക് എനർജി നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നുകയാണ് ഇതുപോലത്തെ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരണം, അല്ലെങ്കിൽ ഇതുപോലത്തെ ചില സർവീസ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് കൂടുതൽ ശ്രമിച്ചു നോക്കാം. ഓൾറൈറ്റ്. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ ആക്ഷൻസ് മാത്രം, അല്ലെങ്കിൽ ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ലൈഫിലുണ്ടോ അതിലേക്കാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. ആൻഡ് ഹാവ് ദ ഫെയ്ത്ത്. ഓക്കെ. സോ നിങ്ങൾ സിറ്റുവേഷൻ ട്രസ്റ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് അത് ഏറ്റവും കൂടുതൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്ന ഒരു ടൈം കൂടിയാണ്. ഓൾറൈറ്റ്. സോ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ റിവീൽഡ് ആവുന്നുണ്ട്, ഹൈഡ് ആയിട്ടുള്ള ചില കാര്യങ്ങള്, അതിന്റെ രൂപം, യഥാർത്ഥ രൂപം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അത് റിവീൽഡ് ആവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ പ്രഗ്നന്റ് ആണെന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നതായിരിക്കാം. ഓൾറൈറ്റ്. ഓർ നിങ്ങളുടെ ഉള്ളിലൊരു പുതിയൊരു വേർഷൻ നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിരിക്കാം. ഓൾറൈറ്റ്. സോ ഇതുവരെ നിങ്ങൾ കണക്ട് ചെയ്യാത്ത ചില ക്വാളിറ്റീസ് നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിരിക്കാം. സ്പെഷ്യലി നിങ്ങളുടെ ഒരു ഫെമിനിൻ എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാസ്കുലിൻ എനർജി നിങ്ങൾ ഇതുവരെ കണക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ഒരു ബർത്ത് സംഭവിക്കുന്നുണ്ട്. ഓക്കെ. അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് മുന്നോട്ട് വരുന്ന സമയം, അല്ലെങ്കിൽ ഈ ഒരു ഫുൾ മൂൺ ഡേക്ക്. ഓൾറൈറ്റ്. ഈ ഒരു ഫുൾ മൂൺ ടൈം, what's the message for you? Release. ഓൾറൈറ്റ്. സോ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവുന്നത് നിങ്ങളുടെ ഗ്രോത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഫെയ്ത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ ചില കാര്യങ്ങൾ ഗിവ് അപ്പ് ചെയ്യാന്നുള്ളതല്ല, ബട്ട് നിങ്ങൾ ചേസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ആക്ഷൻസ് നാച്ചുറലി ഫ്ലോ ചെയ്യുന്ന ഒരു ടൈമാണ്. സോ നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു റിസൾട്ടിൽ നിങ്ങൾ കോൺഷ്യസ് ആവുന്നുണ്ടാവില്ല. സോ പല കാര്യങ്ങളും നിങ്ങൾക്ക് അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളും ഓർ ഈവൻ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ അതിന്റെ ഒരു ഔട്ട്കം നിങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ സിറ്റുവേഷൻ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ചില ആളുകൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൽഫ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ. സോ അത് നിങ്ങൾക്ക് അത്ര ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ മേലെ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇത്ര ഒരു സന്തോഷം, എക്സാക്ട്ലി നിങ്ങൾക്കൊരു ഇന്നർ ഹാപ്പിനെസ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം, വളരെ കണക്റ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്കുള്ളൊരു ഗ്രേറ്റ് കൺഫർമേഷൻ ആണ്. ഇത് ഈ സമയം മുതൽ ഓഗസ്റ്റ് മന്ത് വരെ നിങ്ങൾ വളരെ ഹൈലി കണക്ട് ചെയ്യുന്ന ഒരു ടൈമാണ്. ഓൾറൈറ്റ്. സോ നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ തന്നെയായിരിക്കാം. ഓക്കെ. അവിടെ ഹ്യൂമൻസ് കുറവായിരിക്കാം, ആളുകളുടെ പ്രസൻസ് കുറവായിരിക്കാം, അവിടെ നിങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഈവൻ ലൈക്ക് നിങ്ങൾ എത്ര ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിൽ പോകുന്ന സമയത്തും നിങ്ങളുടെ ഒരു പൊസിഷൻ നിങ്ങൾക്ക് ആക്ച്വലി ഫീൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ. ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ കൺട്രോൾ ചെയ്യില്ല. നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾക്ക് വളരെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്. അത് ചില ആളുകളെ നിങ്ങൾ മാത്രമായിരിക്കാം ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ നിങ്ങളുടെ സ്റ്റോറിയിൽ, നിങ്ങളുടെ ലൈഫ് സ്റ്റോറിയിൽ ഈ ഒരു ടൈം നിങ്ങൾ മാത്രമായിരിക്കാം ഉണ്ടായിരിക്കുക. ആൻഡ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആനിമൽസ്, പ്ലാന്റ്സ്, നേച്ചറായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ചില ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ബോൺസായി ട്രീ ഒക്കെ പോലെ. ഓൾറൈറ്റ്. ഓർ നിങ്ങൾ ചില പരീക്ഷണങ്ങൾ ചെയ്യുന്നുണ്ട്. അത് എസ്പെഷ്യലി പ്ലാന്റിന്റെ മേലെ ആയിരിക്കാം, ആനിമൽസിന്റെ മേലെ ആയിരിക്കാം, മേ ബി നിങ്ങൾ വെറ്റിനറി ഡോക്ടർ ആയിരിക്കാം, നിങ്ങൾ നേച്ചറായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതോ പ്ലാന്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള ജോബ് ചെയ്യുന്ന ആളുകളായിരിക്കാം, ഓർ നിങ്ങൾ ഡോക്ടേഴ്സ് ആയിരിക്കാം. ഓൾറൈറ്റ്. സ്പെഷ്യലി ലൈക്ക് ബർത്ത് റിലേറ്റഡ് ആയിട്ടുള്ളതോ ബർത്ത് ഡെത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കാം. അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. ആൻഡ് മേജർ ആയിട്ട് നിങ്ങൾ ഏത് ഏജിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പ്രായത്തിനേക്കാൾ കൂടുതൽ ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. സോ അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ വളരെ മെച്യൂർഡ് ആയിട്ടുള്ളതും വളരെ ഡീപ്പായിട്ട് ചില കാര്യങ്ങൾ കണക്ട് ചെയ്യാനും മനസ്സിലാക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് നിങ്ങളുടെ എനർജി വൈസ് നോക്കുന്ന സമയത്ത്
വളരെ പ്യോർ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈവൻ നിങ്ങളുടെ ക്രൗൺ ചക്ര, നിങ്ങളുടെ സാക്രൽ എനർജി ഒക്കെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ കണക്ട് ആവുന്നുണ്ട്. സോ മേ ബി ലൈക്ക് ചില പ്ലേസിൽ നിന്ന് ചില സിറ്റുവേഷന് നിങ്ങളായിട്ട് തന്നെ ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ സാക്രൽ ചക്ര, നിങ്ങളുടെ ക്രൗൺ ചക്ര കണക്ട് ചെയ്യാൻ വേണ്ടി. ഇത് നിങ്ങളുടെ സാക്രൽ ചക്ര, നിങ്ങളുടെ ക്രൗൺ ചക്ര നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതായിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ ഹാർട്ട് ചക്ര, നിങ്ങളുടെ തോട്ട് ചക്ര, ഇതൊന്നും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്തു കൊള്ളുന്നതായിക്കൊള്ളണമെന്നില്ല. കാരണം പല ആളുകളും നിങ്ങളിത് നാച്ചുറലി ചേഞ്ച് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികള് ഈ ഒരു കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്യാനും ഇതൊക്കെ ക്ലെൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ്. എന്താണ് ഈ ഒരു ഫുൾ മൂൺ ഡേക്ക് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വൺ മോർ മെസ്സേജ്? പവർ. എക്സാക്ട്ലി. സോ ഈ എല്ലാ കാർഡ്സും നിങ്ങൾക്ക് കൺഫേം ചെയ്യുന്നത് നിങ്ങളുടെ പവർ, നിങ്ങളുടെ ഒരു ഒത്തന്റിക് പവർ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാന്നുള്ളതാണ്. ആൻഡ് നിങ്ങളുടെ മേലെ ആ ഒരു കോൺഫിഡൻസ്, ഇറ്റ്സ് ബിയോണ്ട് കോൺഫിഡൻസ്. ഓക്കെ, സോ കോൺഫിഡൻസിനേക്കാൾ കൂടുതൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഹൈലി കണക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അഗെയിൻ ഇറ്റ്സ് എ കൺഫർമേഷൻ പ്യൂരിറ്റി, ഓർ നിങ്ങളുടെ എനർജി വളരെ പ്യൂർ ആവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് വളരെ തെളിഞ്ഞ വെള്ളം പോലെ ഫ്ലോ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, സോ ഈ വളരെ തെളിഞ്ഞ വെള്ളത്തിലോ അല്ലെങ്കിൽ നല്ല പോഷകമുള്ള വെള്ളത്തിലാണ് ചെടികൾക്ക് അല്ലെങ്കിൽ റെയർ ആയിട്ടുള്ള സസ്യജാലകങ്ങൾക്കൊക്കെ ജീവിക്കാൻ സാധിക്കുക, അല്ലെ? അല്ലെങ്കിൽ ജസ്റ്റ് ഇമാജിൻ നിങ്ങളുടെ ലൈഫ് എക്സാക്ട്ലി ഒരു ചെറിയൊരു വിഷ്വൽസ് ഞാൻ തരാം. ഓക്കെ, സോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേച്ചർ, അവിടെ ഒരുപാട് പച്ചപ്പുണ്ട്, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്, അവിടെ ഹെൽത്തി ആയിട്ടുള്ള ആനിമൽസ് ഉണ്ട്. ഓൾറൈറ്റ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ പ്ലസന്റ് ആയിട്ടുള്ള ആനിമൽസ്, നിങ്ങൾ ഇതുവരെ കാണാത്ത ആനിമൽസ് ആയിരിക്കാം. ഓക്കെ, വളരെ റെയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് തോന്നില്ല ഇവരൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. സോ അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എല്ലാം നേച്ചറായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫലവർഗ്ഗങ്ങൾ, ഒരുപാട് പഴങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കാം. ആ ഒരു നേച്ചറിൽ ജസ്റ്റ് ഇമാജിൻ അങ്ങനത്തെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു സീനറി, അല്ലെ? എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ്. അതുപോലത്തെ ഒരു നേച്ചറാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരിലും, അതായത് ഈ ഒരു റീഡിംഗ് കേൾക്കുന്ന ഓരോരുത്തരും ഞാൻ കണക്ട് ചെയ്യുന്നത്. അതുപോലത്തെ ഒരു ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അത്. നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ ഓരോ ഒരുപാട് ക്ലിയർ ആവുന്നുണ്ട്. അത് നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കും. കാരണം നിങ്ങൾ കാണുന്ന പല ആളുകളും ഇത് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങളുടെ എന്തൊക്കെ ഒരു യൂണീക്ക് ആയിട്ടുള്ള ഇതുപോലത്തെ നേച്ചർ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾ അമ്മമാരാണെന്നുണ്ടെങ്കിൽ, അച്ഛന്മാര്, അമ്മമാര്, നിങ്ങളുടെ ആ ഒരു പാരന്റ്ഹുഡ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ്. സോ നിങ്ങളുടെ കുട്ടികളായിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ തന്നെ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യുന്ന ചില ആക്ഷനിലേക്ക്, ആക്ടിവിറ്റിയിലേക്ക് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ വരുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്? കീപ് വർക്ക് ഓൺ ദാറ്റ് ആൻഡ് ഹാവ് ഫെയ്ത്ത്. കാരണം ഇതുപോലത്തെ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി സംഭവിക്കുന്നുണ്ട്. സംഭവിക്കാൻ പോകും എന്നുള്ളതല്ല, ഇത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളുടെ മനസ്സ്, ശരീരം ക്ലെൻസ് ചെയ്യാൻ സാധിക്കുമോ അത്രമാത്രം നിങ്ങൾ ക്ലെൻസ് ചെയ്ത് പരിശുദ്ധമായിട്ട് തന്നെ വെക്കുക. ഓക്കെ, കാരണം ഇതുപോലത്തെ ചേഞ്ചസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ആൻഡ് നിങ്ങളുടെ എന്ത് ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഫുൾ മൂൺ ഡേ വളരെ വിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾ എഴുതി വെക്കാൻ ട്രസ്റ്റ് ചെയ്യുക ആൻഡ് ലെറ്റ് ഇറ്റ് ഗോ, റിലീസ് ചെയ്യാം. ഓക്കെ, ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.